ഓരോ മണ്ഡലങ്ങളിലും ഈ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സി കെ വിജയനിലേക്ക് ആദ്യം. സി കെ, കണ്ണൂരിൽ അങ്ങനെ തിളയ്ക്കുന്ന പോരാട്ടം നടക്കുന്ന ഇടമാണ്. നമ്മൾ പലകുറി ആവർത്തിച്ചതുപോലെ തന്നെ CPM-ന് വലിയ ഇളക്കം സംഭവിച്ച, CPM-ന് വലിയ വെല്ലുവിളികൾ, വിമത സ്വരങ്ങൾ ഉയർന്ന ജില്ലയിൽ ഇന്നിപ്പോൾ ഈ ദിവസം എന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്? വിമത ക്യാമ്പുകളിൽ നടക്കം മറ്റ് മുന്നണികളിലേക്ക് തന്നെ ഈ ദിവസത്തെ പ്രചാരണം എവിടേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? സി കെ, വളരെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായി കണ്ണൂർ വീണ്ടും മാറുന്നു. ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് TO മോഹനനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നതാണ്. അദ്ദേഹത്തെ ചില കമ്മ്യൂണൽ കക്ഷികളുമായി കണക്ട് ചെയ്തും അതോടൊപ്പം തന്നെ പള്ളി നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത്തരത്തിൽ ഒരു പരാതി പോയത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത് TO മോഹനൻ കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലും തടയലും ബഹളവും ഉണ്ടായി എന്നുള്ളതാണ്. അതിനെതിരെയും TO മോഹനും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. SFIക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു ക്യാമ്പസാണ് കണ്ണൂരിലെ ഗവൺമെൻറ് പോളിടെക്നിക്ക്. ആ പോളിടെക്നിക്കിൽ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കാൻ വന്നാൽ വോട്ട് ചോദിച്ചങ്ങ് പോകുന്നു എന്നതല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അതുണ്ടായി. കണ്ണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉന്നയിച്ചു. അതിൻ്റെ പേരിൽ വാഗ്വാദവും ബഹളവും ഉണ്ടായി. ഇത്രയുമാണ് പ്രധാന സംഭവമെങ്കിൽ ബാക്കി നമുക്കുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ണൂർ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെയാണ്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിനെ സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി CPM സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും രംഗത്ത് വന്നിട്ടാണുള്ളത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമരെഴുത്തുകളെല്ലാം തന്നെ മായ്ച്ച് CPM ആക്കി മാറ്റിക്കളഞ്ഞു, CPM-ൻ്റെ ചുമരെഴുത്താക്കി മാറ്റിക്കളയുന്നു എന്നതാണ് ഒരു പരാതിയുള്ളത്. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നു. TK ഗോവിന്ദൻ, ഇതുവരെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ്റെ പ്രചരണം നടക്കുന്നു. പ്രചരണം നടക്കുന്നതിൻ്റെ UDF-ൻ്റെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് പ്രചരണം. അപ്പോഴും അവിടെ UDF-ൻ്റെ റിബൽ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. കൊയ്യം ജനാർദ്ദൻ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിത്വം വോട്ട് പിടുത്തവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഒരു വട്ടം ആൾക്കാരെ കാണുകയും പ്രചരണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാളെ കഴിയുന്നതോടുകൂടി അടുത്ത ഘട്ടം ആരംഭിക്കും. ഒരുപക്ഷെ തുറന്ന വാഹനത്തിലുള്ള വോട്ട് ചോദിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ നടക്കും. ഏതായാലും കണ്ണൂരിൻ്റെ മുക്കും മൂലയും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആംബിയൻസ് കൊണ്ടും എല്ലാം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഉത്സവം ആഘോഷത്തിൻ്റെ ഛായ നമുക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. പതിവില്ലാത്ത രീതിയിൽ ഫ്ലക്സുകളും ബോർഡുകളും പ്രചരണങ്ങളും എല്ലാം തന്നെ ഇക്കുറി ഉണ്ട്. ഒരുപക്ഷെ കുറെ കൂടി കടുത്ത മത്സരം നടക്കുന്നു എന്ന തോന്നൽ ഇപ്പോൾ തന്നെ പ്രകടമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ശക്തിപ്പെടുകയും ചെയ്യും. സി കെ വിജയനാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഈ ദിവസം തിരഞ്ഞെടുപ്പിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം TO മോഹനെ സ്ഥാനാർത്ഥിയെ SFI പ്രവർത്തകർ പോളിടെക്നിക്കിൽ തടഞ്ഞു വെച്ചു, മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്.